ഹസന ഉംറ സംഘം ഇന്ന് തോയിഫ് യാത്രയിലേക്കാണ് പോകുന്നത്. രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പ്രഭാതത്തിൽ പോയാലേ നമുക്കൊരു ഉച്ചയാവുമ്പോഴേക്കും തിരിച്ചെത്താൻ കഴിയുകയുള്ളൂ. ആ യാത്രയിൽ ആദ്യം തന്നെ ഇബ്നു അബ്ബാസ് തങ്ങൾ പാപ്പയുടെ ദർബാറിലാണ് നമ്മൾ സിയാറത്ത് ചെയ്യാറുള്ളത്. തോയിഫില് മസ്ജിദ് ഇബ്നു അബ്ബാസ് തങ്ങൾ പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ പാപ്പയുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് ഇത്. പള്ളി ഇത് മഹാനവറുകളുടെ ദർബാർ. ഓക്കെ, അപ്പൊ അബ്ബാസ് തങ്ങൾ പാപ്പ അബ്ബാസ് തങ്ങളല്ല, ഇബ്നു അബ്ബാസ്, അതായത് അബ്ബാസ് തങ്ങൾ പാപ്പയുടെ മകൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ പാപ്പ. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാല് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെ പ്രസവിച്ച് കുറച്ചായപ്പോഴേക്കും അവരുടെ ഉമ്മ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ കുഞ്ഞിനിങ്ങ് മന്ത്രിച്ചു കൊടുക്കണം, മധുരം കൊടുക്കണം. നമ്മളില്ലേ കുഞ്ഞുങ്ങളെ കൊടുക്കാറില്ലേ, നമ്മൾ എന്ത് ചെയ്യും, മധുരം കൊടുക്കുന്ന എപ്പോഴും പണ്ഡിതന്മാരെ കൊണ്ടാക്കാൻ ശ്രമിക്കണം. ചിലർ വേഗം പോയിട്ട് എന്ത് ചെയ്യും, അപ്പം ആരാണ് കൊടുക്കും. അങ്ങനെയല്ല, ആ കൊടുക്കുന്ന ആളെ ക്വാളിറ്റിക്ക് അനുസരിച്ച് കുഞ്ഞിന്റെ ഭാവി ഉണ്ടാവും. അത് അസ്ലിയായ കാര്യമാണ്. അപ്പൊ കഴിയുന്നതും എന്ത് ചെയ്യുക, നല്ല ഇൽമുള്ളവരെ കൊണ്ടോ നല്ല പണ്ഡിതന്മാരായ വളരെ നല്ലതായിട്ടാണ്. ഏതായാലും അങ്ങനെ മുത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പാനത് പോയി ഈ വിഷയം പറഞ്ഞപ്പോൾ തങ്ങളുപ്പാപ്പ മന്ത്രിച്ചോദിയിട്ട് മധുരം കൊടുത്തു. അല്ലാഹുമ്മ അല്ലിംഹുൽ ഇൽമ വതഅവീല, അള്ളാഹുവെ നല്ല ഇൽമും നല്ലൊരു അറിവും തഖ്വയെല്ലാം കൊടുക്കണമെന്ന് ഹബീബായ തങ്ങളുപ്പാപ്പ പ്രാർത്ഥിച്ചു. അന്ന് ഹബീബായ തങ്ങളുപ്പാപ്പ പ്രാർത്ഥിച്ചതിന്റെ ഫലം എന്നോളം ഹബീബിന്റെ കയ്യിൽ നിന്നുള്ള മധുരം ലഭിച്ച് ആ ഒരു തുടക്കം അതുകൊണ്ട് തന്നെ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുപ്പാപ്പ പിന്നീട് ലോകത്ത് വലിയ അറിയപ്പെടുന്ന റഈസുൽ മുഫസ്സിരീൻ, പരിശുദ്ധമായ ഖുർആൻ വരെ ക്രോഡീകരിക്കുന്ന ഒരു വലിയ സാന്നിധ്യം വഹിച്ച ഒരാളായിരുന്നു മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുപ്പാപ്പ. ചില്ലറക്കാരനല്ല, മഹാനവർ ജനിച്ച മക്കയിലാണ്, വളർന്ന മക്കയിലാണ്. അപ്പൊ ഇത്രയൊക്കെ പാണ്ഡിത്യമുള്ള വലിയ മഹാന്, അതായത് പരിശുദ്ധമായ ഹറമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും അയല മർത്തബയിൽ മനസ്സിലാക്കിയ വലിയ മഹാന്റെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജീവിതം തോയിഫിലേക്ക് മാറ്റിയപ്പോൾ അന്നുണ്ടായിരുന്ന അവരോട് ചോദിച്ചു, എന്തേ തങ്ങളെ, നിങ്ങൾ പരിശുദ്ധമായ ഹറമാണല്ലോ, എന്തുകൊണ്ടും വലിയ മഹത്വമുള്ളത്. ഹറമും തോയിഫും കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും തോയിഫ് അടുത്തു പൊരുത്തൂല. അത്ര മഹത്വമുള്ള ഹറമിൽ നിങ്ങൾക്ക് ജീവിക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടും എന്തേ നിങ്ങൾ തോയിഫിലേക്ക് താമസം മാറ്റിയത് ചോദിച്ചപ്പോ ആ മഹാൻ പറഞ്ഞ വാക്കെന്താ അറിയോ, എന്റെ ജീവിതത്തിലെങ്ങാനും എന്തെങ്കിലും ഒരു കറാഹത്ത് അള്ളാന്റെ ഹറമിൽ നിന്ന് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയന്നത് കൊണ്ടാണ്. ഇത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. പരിശുദ്ധ ഹറം എന്ന് പറഞ്ഞാൽ നല്ലതാണ്, പക്ഷെ അവർ മാറിയത് ഒരു കറാഹത്ത് സംഭവിക്കാൻ പേടിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ പ്രിയമുള്ളവരെ, അത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. നമ്മളെ വാക്ക് പ്രവൃത്തി ഒക്കെ ശ്രദ്ധിക്കണം. അള്ളാന്റെ ഹറമിക്ക് വരാത്തവനക്ക് എന്താ പറയുക, വന്നില്ല എന്നേ ഉള്ളൂ. വന്നവരിൽ അദബ് സംഭവിച്ച അള്ളാന്റെ ഹറമിൽ അദബ് സംഭവിച്ചവർ അള്ളാഹ് വെറുതെ വിടില്ല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടൂല. മനസ്സിലായല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം സംഭവിക്കും. അള്ളാഹു കാക്കുമാറാവട്ടെ. അതിനാണ് ഇങ്ങോട്ട് പറയണത്, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പാണ്ട് നിക്കാ പറയുമ്പോൾ ദേഷ്യം പിടിക്കുവാണ്ട് നിങ്ങൾ നന്മക്കാണ്. മനസ്സിലായി? ഇയാൾ ഇങ്ങനെ പറഞ്ഞ് ചടപ്പിക്കാനാണ്. അപ്പൊ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കട്ടെ. മൈക്കുണ്ടായതാണ്. അപ്പോ അത്ര വലിയ മഹാന്റെ ദർബാറിലാണ് നമ്മളുള്ളത്. ഓക്കെ, ചെറുതായി ഫാത്തിഹോദ ദ്വാരക്ക പോകട്ടാം. അപ്പൊ അവരുടെ പേരുള്ള ഒരു മക്തബയാണ് ആ കാണുന്നത്. അവരുടെ പേരുള്ള എന്താണ് മക്തബ, എന്താണ് ലൈബ്രറി. ഇത് അവരുടെ പേരുള്ള പള്ളി. ഇൻഷാ അല്ലാഹ്. സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. തോയിഫിലെ മസ്ജിദുൽ ഹുനൂദിനെ കുറിച്ചെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് തോയിഫിൽ തന്നെ ഉള്ള ഒരു ട്രഡീഷണൽ അറബിക് പഴയ കാലത്തെ രൂപത്തിലുള്ള വീട് കാണാൻ. സൗദി അറേബ്യയിൽ എന്നല്ല, നമ്മളെ ഈ അറബ് രാഷ്ട്രങ്ങളിൽ പഴയ കാലത്ത് അറബികൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ള ശൈലി ഇപ്പോഴത്തെ അറബികൾ കാണില്ല. നമ്മൾ നോക്കിയാൽ ഇപ്പം എന്താണ്, ന്യൂജൻ അറബികളാണ്. പണ്ട് കാലത്ത് അറബികൾ ജീവിച്ചിരുന്ന അതേ ശൈലി, അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു രൂപത്തിൽ തയ്യാറാക്കിയ ഒരു ചായക്കടയാണിത്. മനസ്സിലല്ലേ? ചായക്കട കേട്ടാ. അപ്പം അതിനകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന ഓരോ സംഭവങ്ങളും കാണാം. വേഗം കയറാം, 5 മിനിറ്റ് കൊണ്ട് കണ്ടിട്ട് 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങാം. ഓക്കെ, അല്ലോ അതേപോലെ സ്വീകരിക്കല്ലേട്ടാ, 5 മിനിറ്റ് ഇറങ്ങണം. അല്ലോ മുസ്ലിയാർ പറഞ്ഞ
സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ് മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ് നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ് സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ് സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ് മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ് നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ് കാണുന്നതാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ പാപ്പ അവരുടെ വീടും അവർ ദർസ് നടത്തിയിരുന്ന സ്ഥലവും കണ്ടില്ലേ. മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ ഇനി പോകുന്നത് ഹബീബായ തങ്ങൾ പാപ്പയുടെ മറ്റു ചരിത്രങ്ങളിലേക്ക്. അങ്ങനെ ഖർനുൽ മനാസിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു, ഉംറ പൂർത്തീകരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ വീഡിയോക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണേ.